അസ്സലാമു അലൈക്കും മുത്തുമണികളെ. നമ്മൾ ആദ്യക്കുട്ടൻ പോയി. ആദ്യക്കുട്ടനെ ഇന്നലെ കൊണ്ട് യാത്രയാക്കി. അവൻ വീട്ടിലെത്തി എന്ന് പറഞ്ഞ് വിളിച്ച് ഫോൺ വന്ന് സമാധാനമായി. ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നത്. 10-22 വയസ്സുണ്ടെങ്കിലും കൂടിയിട്ട് വീട്ടിൻ്റെ അകത്തുനിന്ന് കോളേജിലേക്കും വീട്ടിലേക്കും മാത്രം, വേറെ എവിടേക്കും അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഏതായാലും ഞങ്ങൾ 21-ാം തീയതി പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൊണ്ടുവന്നത്. പക്ഷെ അതിനു മുമ്പേ 3 കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അവന്. അപ്പോൾ അതിനു വേണ്ടിയാണ് പെട്ടെന്ന് അവൻ പോവേണ്ടി വന്നത്. കാരണം കഷ്ടപ്പെട്ട് ലോണെടുത്ത് പഠിപ്പിക്കുന്ന മാതാപിതാക്കളും പഠിക്കുന്ന മക്കളുമാണ്. ഒരു ദിവസമെങ്കിൽ മുമ്പേ ഒരു ദിവസം എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ആ മക്കളായിപ്പെട്ടാലേ നമുക്ക് ആ ലോണിൻ്റെ കടങ്ങൾ വീട്ടാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കൂലിപ്പണിക്കാരൻ്റെ മക്കളെയൊക്കെ എൻജിനീയറിങ്ങിനും നഴ്സിങ്ങിനൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എത്രത്തോളം ചിലവുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശ്നമല്ലേ. അപ്പോൾ അവൻ പോയി, അവനവിടെ എത്തിയിട്ടുണ്ട്. അവൻ എത്തി വിളിച്ചു. ഇനി നാളെ കൊച്ചിയിലൊരു കമ്പനിയിലാണ് അവൻ ആദ്യമായിട്ട് പോകുന്നത്. 3 കമ്പനിയാണ് അവനെ വിളിച്ചിട്ടുള്ളത്. ഒന്ന് കൊച്ചിയിലുള്ള കമ്പനിയാണ്, ഒന്ന് എറണാകുളത്തുണ്ട് എന്ന് പറയുന്നുണ്ട്, മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. ഈ 3 സമയങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂവിന് അവനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 3 സമയങ്ങളിലായിട്ട് 3 കമ്പനിയിലും അവൻ പോകും. അവന് ഏതാണോ സെറ്റാവുന്നത് അതിലവൻ കയറും. ഇന്നലെ വേറൊരു കമ്പനിയിൽ നിന്ന് അവനൊരു ഇത് വന്നായിരുന്നു. അപ്പോൾ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി 7 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു ജോലിക്കാര്യത്തിനാണ്. ഞാൻ ഉമ്മച്ചി ഇരിക്കുന്ന മറ്റേ ലൈവ് ചെയ്യാനിരിക്കുന്ന മേശ എനിക്ക് തരണേ, 7 മണിയാകുമ്പോൾ ഉമ്മച്ചി ഇപ്പുറത്തേക്ക് വരുമെന്ന് വെച്ചു. വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മേശ ഞാൻ ഇരിക്കുന്ന ഈ മേശ സ്ഥലം അവൻ്റെ ടാബ് ഇതും വയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയിരുന്നു ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അതിൽ വരുന്നത് 500 രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം, ജോലിയും ചെയ്യണം. കാരണം എൻജിനീയറിങ്ങിന് പഠിപ്പിച്ച മക്കൾക്ക് നോട്ടീസ് ഇത് വരുന്നതാണ്, ഇൻ്റർവ്യൂവിനുള്ള ഇത് വരുന്നതാണ്. 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഡെയിലി 500 രൂപ വെച്ച് ഇവരങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഇവർ ജോലിയും ചെയ്യുക. കുറച്ച് നേരമൊക്കെ ഇവൻ ഇരുന്ന് നോക്കി. അത് ലാസ്റ്റ് ആയപ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ നിർത്തി വെച്ചിട്ട് എണിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ ആദ്യക്കുട്ടാ നിർത്തിയത്, എന്താടാ മീറ്റിംഗ് നിർത്തി എന്തേ? ഉമ്മച്ചി 500 രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയണു, ഡെയിലി നമ്മൾ ജോലിയും ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്നൂടെ എന്ന് ചോദിച്ചു. വേറെ എന്തെല്ലാം പ്രൊജക്റ്റുകൾ ആ കുട്ടിയെന്ന് പറയും. ഒരു നേരം പോലും വെറുതെ ഇരിക്കണില്ല. ഈ ടാബിൻ്റെ മുമ്പിലിരുന്ന് ഓരോ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി അത് എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത് ചെയ്ത് ഓരോ കമ്പനിയിലേക്ക് അവൻ വിടുന്നുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. സാധാരണ എല്ലാ കുട്ടികളും ചെയ്യണ മാതിരി ഒരു മൊബൈൽ നോക്കി കളിക്കുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക ഇതൊന്നുമില്ല. പഠിത്തം. അതപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഓരോ കമ്പനിയിലേക്കുള്ള ഓരോ പ്രൊജക്റ്റ്, മെക്കാനിക്സിൻ്റെ ആണെങ്കിൽ അതല്ല സെയിൽസിൻ്റെ ആണെങ്കിൽ അതല്ല വേറെ ആണെങ്കിൽ അത് എല്ലാം ഓരോ പ്രൊജക്റ്റും അവൻ തന്നെ സ്വയം ഇരുന്ന് ടാബിൽ ചെയ്തിട്ട് ആ ടാബിൽ നിന്ന് ഓരോ കമ്പനിക്കും അവൻ വിട്ടുകൊടുക്കും. അതിലേതെങ്കിലും ഒന്ന് അവൻ്റെ ഭാഗ്യത്തിന് കിട്ടണേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം ലോണുകളും ഇതൊക്കെ എടുത്തിട്ട് പഠിപ്പിക്കുന്ന മക്കളാണ്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് അവർക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കടെങ്കിലും വിട്ടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യക്കുട്ടൻ പോയിട്ടുണ്ട്. അക്കിക്കുട്ടൻ ഏതായാലും ഇനി മൂത്ത മോളുടെ മോന്, അവന് അന്ന് അക്കീമായിരുന്നല്ലോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവന് ഇനി ഒരു 5 മാസം കൂടി ഉണ്ട്. 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തെ പകുതി എന്ന് പറയാൻ പറ്റില്ല, 1/4 ഭാഗത്തോടുള്ള ശമ്പളത്തോടു കൂടിയുള്ള ഒരു പ്രാക്ടീസാണ് 1 വർഷം വരെ. അത് കഴിയുമ്പോൾ പിന്നെ അവനും ആ 1 വർഷത്തെ സർട്ടിഫിക്കറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ അവന് ഫുള്ളായി. പിന്നെ അവൻ ഇൻഷാ അള്ളാഹു ആയുസ്സും ആരോഗ്യം കൊടുക്കുകയാണെങ്കിൽ അവന് വെളിയിൽ പോയാൽ 1.5 ലക്ഷം രൂപ അവന് ശമ്പളം കിട്ടും. അവനെയും ഇതുപോലെ ലോൺ എടുത്തിട്ട് തന്നെയാണ് ആ കുടുംബം പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. എല്ലാ മക്കളും എന്നോട് ഒരുപാട് സ്നേഹമുള്ള മക്കളാണ്. എൻ്റെ പേരക്കുട്ടികൾ എന്ന് പറയുന്ന മക്കൾ 9 ആളുണ്ടാവും. 9 ആൾക്കും മൂത്ത മകന് 3 മക്കളുണ്ട്. രണ്ടാമത്തെ മകൾക്ക് 2 ആണും 1 പെണ്ണുമുണ്ട്. മൂന്നാമത്തതിനും 2 ആണും 1 പെണ്ണുമുണ്ട്. എല്ലാവർക്കും എന്നെ ജീവനാണ്. എനിക്ക് അവരെയും
മക്കളോടുള്ളതിനേക്കായി എനിക്ക് സ്നേഹമാണ് എൻ്റെ പേരക്കുട്ടികളോട്. കാരണം നമ്മൾ പ്രസവിച്ചിട്ടില്ലെങ്കിലും ആ ഉമ്മച്ചി എന്നുള്ളൊരു വിളിയുണ്ടല്ലോ, അതേ വിളിയാണ് എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ മക്കളും എന്നെ വന്ന് വിളിക്കുക ഉമ്മച്ചിന്ന്. എല്ലാ മക്കളോടും എനിക്ക് മക്കളില്ല എന്നുള്ള ഫീലിങ്ങേ എനിക്കിപ്പോൾ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എന്നെ സ്നേഹിക്കാൻ എൻ്റെ ചുറ്റുപാടും മക്കളുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു വിഷമം എനിക്ക് ആ ഒരു കാര്യത്തിലില്ല. അള്ളാഹു ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നടന്ന് ജീവിക്കുന്ന സമയത്ത് തന്നെ ഈമാനോടുകൂടി മരിപ്പിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരാഗ്രഹമുള്ളൂ. അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നല്ല വാക്കുകൾ പറയുക. പക്ഷേ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കട്ടോ, കുറ്റമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ചെയ്യുന്നത് അവർ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് കുറ്റം തന്നെയാണ്, നമ്മളതിൽ വെച്ച് അത് കുറ്റം തന്നെയാണ്. ഏതായാലും പറഞ്ഞ എല്ലാ തെറ്റുകളും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രവർത്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ യൂട്യൂബ് കുടുംബത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പുറത്തു തരണേ റബ്ബേ. നന്മകൾ പറയാനും നന്മ പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും മനസ്സും ഞങ്ങൾക്ക് തരണേ റബ്ബേ എന്ന് പ്രത്യേകം ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക, തിരുത്തുക. പറ്റുമെങ്കിൽ എന്നെ സബ് ചെയ്യുക, ഫോളോ ചെയ്യുക.